കാരണം ഞാൻ ഇന്ന് വരെ ഒരു ഓഡീഷൻ ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിഞ്ഞു. ഇവൻ എൻ്റെ അച്ഛൻ വരെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇവള് ഡാൻസ് കളിക്കും സ്കൂളിലൊക്കെ എല്ലാം ഇങ്ങനത്തെ ഇതിൽ ചെയ്യുന്നല്ല, ഇവളെന്താ കാണിക്കാൻ നമുക്ക് അറിയാം എന്തെങ്കിലും എന്നൊക്കെ. അപ്പം അങ്ങനെ ഞാനവിടെ എത്തി. ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഈ ഫുൾ ഒരു ലുക്ക് മാറ്റുന്ന കാര്യം തന്നെ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കമൽ സാർ. ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ സിനിമയിൽ, നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിലാണ് ഈ ക്യാരക്ടർ എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ എൻ്റെ പകുതി സ്വപ്നങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഈ കുച്ചു കുച്ചു ഹോത്താഹിയും ഒക്കെ കണ്ടിട്ടൊക്കെ ഞാൻ ഭയങ്കര അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഹീറോയിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ വരിക നമ്മള്. അപ്പം മറ്റേ സ്ലോ മോഷനിൽ വന്ന് ഇറങ്ങുന്നു, ഹെയർ ഫ്ലിപ്പ് അടിക്കുന്നു, അങ്ങനത്തെ ഒക്കെ. അപ്പം ഇതിന് ഭയങ്കര ഇതെന്ത് ഇങ്ങനെ എന്നുള്ളൊരു സംഭവം തോന്നി എനിക്ക്. പക്ഷെ പിന്നെ ചെയ്ത് വന്നപ്പോൾ അത് എൻ്റെ അടുത്ത് കമൽ സാർ പറഞ്ഞ റെഫറൻസസ്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ കണ്ടിട്ടുണ്ടോ, അതിൽ രേവതിയുടെ പോലത്തെ ഒരു ലുക്കാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആക്ട്രസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു എന്നുള്ള ഒരു കാര്യം. പക്ഷെ ടു ബി ഓണസ്റ്റ് ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടോ ഒന്നുമല്ല, അങ്ങ് ചെയ്തു. പിന്നെ ചെയ്യുമ്പോൾ ആ ഒരു എൻകറേജ്മെന്റ് അപ്പം നമുക്ക് ലൈവായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് ഷോട്ട് ചെയ്തപ്പോഴത്തേക്കും ലൈക്ക് എവറിബഡി ക്ലാപ്ഡ് ഫോർ മീ.